കമലാക്ഷി മാഡം വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത പോയി.
Hello? Hello. എന്താ മക്കളെ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ലക്ഷ്മി ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഹലോ സാർ റെക്കോർഡിംഗ് ഉണ്ട് സർ. ആ നടക്കുന്നുണ്ടോ? ആരും ജോയിൻ റെക്കോർഡ് ചെയ്യാം. ചെയ്തില്ല. ആണോ? അത് കുഴപ്പമില്ല. ജോയിൻ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്താൽ പോരെ. അങ്ങനെ വേണ്ടല്ലേ? ചെയ്യാല്ലേ? ആ ഓക്കെ സർ. നമസ്തേ സിസ്റ്റർ. नमस्ते सर। नमस्ते നമസ്തേ. നമസ്തേ. नमस्ते
നമസ്തേ. നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? 7 പേരായി സർ. നമുക്ക് തുടങ്ങാം. തുടങ്ങാം. നമുക്ക് ആദ്യം ഒന്ന് സെന്ററിങ് ചെയ്യാം. രുദ്രാണി സിസ്റ്റം വന്നിട്ടുണ്ട്. നമുക്ക് കണ്ണടച്ചിട്ട് നമ്മൾ സെന്റർ ചെയ്യാം, എന്നിട്ട് തുടങ്ങാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും പ്രവഹിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ തന്നെ ധ്യാനം തുടരുക. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. നമുക്ക് ആദ്യം ശ്ലോകങ്ങൾ വായിക്കാം അല്ലെ? ഇന്ന് പറഞ്ഞ ലിസ്റ്റ് പ്രകാരം ശ്ലോകങ്ങൾ ഓരോരുത്തരായിട്ട് വായിച്ച് നമുക്ക് ആദ്യം വായിക്കാം, അതിന്റെ അർത്ഥവും പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മറ്റേ ഹാർട്ട്ഫുൾനെസ് ആയിട്ടിന്റെ റിലേഷനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ റീഡിങ് ഒന്ന് തുടങ്ങും. ആരാണ്? ഫസ്റ്റ് ഞാന് ആയിക്കോട്ടെ. അത് ഓരോ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ മീനിങ് പറയാല്ല. ഈ പുസ്തകത്തിലുള്ള അതേപോലെയാന്ന് പറയുന്നത്. ആയിക്കോട്ടെ. ഓക്കെ, കൂടുതലൊന്നും അറിയില്ല. മതി, കുഴപ്പമില്ല. അതന്നെ വേണ്ടത്. ഓക്കെ. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദയോഗം. ആദ്യത്തെ ശ്ലോകം കേൾക്കുന്നില്ലേ? ഓ, കേൾക്കുന്നുണ്ട്. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ പറയുന്നതാണ്. അല്ലയോ സഞ്ജയ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ആഗ്രഹിച്ചു വന്നു ചേർന്ന ദുര്യോധനൻ മുതലായ എൻ്റെ മക്കളും യുധിഷ്ഠിരൻ മുതലായ പാണ്ഡുവിന്റെ മക്കളും എന്തൊക്കെയാണ് ചെയ്തത്? സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയൻ പറയുന്നു, അപ്പോൾ പടവെട്ടാൻ അണിനിരത്തി നിർത്തിയ പാണ്ഡവപ്പട കണ്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ശ്ലോകം 3. പശ്യൈതാം പാണ്ഡുപുത്രാണാമാചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ആചാര്യ, അങ്ങയുടെ ശിഷ്യനും മേധാവിയുമായ ദൃഷ്ടദ്യുമ്നൻ
അണിനിരത്തി നിർത്തിയ പാണ്ഡവന്മാരുടെ ഈ പെരുമ്പടയൊന്ന് കണ്ടാലും. ആദ്യത്തെ 3 ശ്ലോകം. താങ്ക് യു. ഇനി കമലാക്ഷി ടീച്ചറാണ്. ഇനി 3 കമലാക്ഷി ടീച്ചറല്ലേ? 4, 5, 6 അതെ അതെ അതെ. കമലാക്ഷി ഉണ്ടല്ലോ. വന്നില്ല. ടീച്ചർ കേട്ടില്ല. ടീച്ചറുണ്ട്. ടീച്ചർ ഉണ്ടല്ലോ. ടീച്ചർ അൺമ്യൂട്ട് ചെയ്തിട്ട് കമലാക്ഷി ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? കമലാക്ഷി ജോയിൻ ചെയ്യേണ്ട പേര് അല്ല, അത് കമലാക്ഷി ടീച്ചർ അല്ലാന്ന് തോന്നുന്നു. ആ ഇല്ല ഇല്ല ടീച്ചർ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ജോയിൻ ചെയ്തേ. ഓക്കെ ഓക്കെ. ടീച്ചറ് എന്നാ നമുക്ക് 4, 5, 6 ആരെങ്കിലും വായിച്ചാ പോരെ? കണ്ടിന്യൂ ചെയ്യാല്ലോ നമുക്ക്. 4, 5, 6 ടീച്ചറാണ് ചെയ്യേണ്ടത്. 5, 6 ഇനി അടുത്തത് ആ എന്ത്? ആയിക്കോട്ടെ. എന്നാ 4, 5, 6 ആരെങ്കിലും വായിച്ചിട്ട് കണ്ടിന്യൂ ചെയ്തോട്ടെ. ആരെങ്കിലും വായിച്ചാൽ മതി. നമ്മള് വേണമെങ്കിൽ നളിനി വായിക്കണം. ഞാൻ വായിക്കണം. വായിച്ചോളൂ. വായിക്കാൻ 4 ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. 5th one ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തി ഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. 6th one യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. മീനിങ്: ആ പാണ്ഡവപ്പടയിൽ വലിയ വില്ലേന്തിയവരും യുദ്ധത്തിൽ ഭീമനോടും അർജുനനോടും ഒപ്പം നിൽക്കുന്നവരും ശൗര്യമുള്ളവരുമുണ്ട്. സത്യകിയും വിരാട രാജാവും മഹാനായ ദ്രുപദ രാജാവും ദൃഷ്ടകേതുവും ചേകിതാനനും യുദ്ധസാമർഥ്യമുള്ള കാശി രാജാവും പുരുജിത്തും കുന്തിഭോജനും നരശ്രേഷ്ഠനായ ശൈബ്യനും പരാക്രമിയായ യുധാമന്യുവും പൊരുതാൻ പോന്ന ഉത്തമൗജസ്സും അഭിമന്യുവും ദ്രൗപദിയുടെ 5 മക്കളുമുണ്ട്. ഇവരെല്ലാവരും തന്നെ മഹാരഥന്മാർ ആകുന്നു. 6th വരെ കഴിഞ്ഞു. 7, 8, 9 നളിനി ഭഗവത്ഗീത പ്രഥമാധ്യായം അർജുന വിഷാദ യോഗത്തിലെ 7ാമത്തെ ശ്ലോകം. അസ്മാകം തു വിശിഷ്ടായേ നിബോധോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാതം താൻ ബ്രവീമി തേ. അതിലുള്ള മീനിങ് പറയാൻ വെച്ചാല് വിച്ചോത്തമ പറഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠ, അസ്മാകം തു നമ്മുടെ, വിശിഷ്ടാഹ പ്രമുഖന്മാർ, ഏ എന്ന് പറഞ്ഞാൽ ഏവരോ, മമ സൈന്യസ്യ എന്റെ സൈന്യത്തിന്റെ, നായകാഹ നായകന്മാർ, താൻ പറഞ്ഞാൽ അവരെ, തേ എന്ന് പറഞ്ഞാല് സംജ്ഞാതം എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടി, ബ്രവീമി ഞാൻ പറയാം, താൻ അവരെ, നിബോധ അറിയുക, അല്ലയോ ദ്വിജശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ പട്ടത്തുള്ള സമർത്ഥരായ നായകന്മാർ ആരെല്ലാമാണെന്ന് അറിഞ്ഞാലും അങ്ങയുടെ അറിവിനായി അവരെ കുറിച്ച് പറയാം. ഈ ശ്ലോകം
എട്ടാമത്തത് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥഃ. അതിന്റെ മീനിങ് പറയാൻ വെച്ചാല് അർത്ഥം ഭവാൻ എന്നാൽ അങ്ങ്, ഭീഷ്മ ച ഭീഷ്മ പിതാമഹനും, കർണഃ ച കർണനും, കൃപഃ ച കൃപനും, സമിതിഞ്ജയഃ എന്നും പോരിൽ ജയിക്കുന്നു, സമിതി ജയഃ എന്നും പോരിൽ ജയിക്കുന്നു, അശ്വത്ഥാമ അശ്വത്ഥാമാവും, വികർണഃ ച വികർണനും, സൗമദത്തിൻ ച സൗമദത്തിന്റെ പുത്രൻ, തഥൈവ ച അങ്ങനെ തന്നെ അങ്ങും ഭീഷ്മ പിതാമഹനും കർണനും യുദ്ധത്തിൽ ജയശാലിയായ കൃപാചാര്യനും അശ്വത്ഥാമാവും വികർണനും സോമദത്തിന്റെ പുത്രനായ ഭൂരിശ്രവസും ജയദ്രഥനും ഇവരെല്ലാമാണ് അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. അത് ഇനി 9ാമത്തെ ശ്ലോകം. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്തേ ജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9ാമത്തെ ശ്ലോകത്തില് അതില് 8ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം എന്ന് പറയാം. സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണി പറയുന്നു. യുദ്ധത്തിൽ തോൽവി ഇല്ലാത്തവരാണ് ആ വീരന്മാർ. വികർണൻ ദുര്യോധനന്റെ സഹോദരനും, അശ്വത്ഥാമാവ് ദ്രോണന്റെ പുത്രനും, സൗമദത്തി അഥവാ ഭൂരിശ്രവസും ബ്ലാഹിക രാജാവിന്റെ മകനുമാണ് ഭൂരിശ്രവസ്. പാണ്ഡവുമായുള്ള വിവാഹത്തിന് മുൻപ് കുന്തിക്ക് പിറന്ന പുത്രനാകയാൽ അർജുനന്റെ ഭ്രാതാവാണ് കർണൻ. ദ്രോണാചാര്യനാകട്ടെ കൃപാചാര്യരുടെ സഹോദരി ഭർത്താവും. അതാണ് 8ാമത്തേതിലത്തെ ഭാവാർത്ഥം. ഇനി അതിന്റെ 9ാമത്തെ അന്യേ ച ബഹവഃ ശൂരാഃ മദർത്തേ ജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. അന്യേ ച മറ്റു പലരും, ബഹവഃ അനേകം, ശൂരാഃ ശൂരന്മാർ, മദർത്തേ എനിക്കായി കൊണ്ട്, ജീവിതാഃ ജീവൻ ത്യജിക്കാൻ ഒരുങ്ങി, നാനാശസ്ത്രപ്രഹരണാഃ പല വിധത്തിലുള്ള ആയുധങ്ങളുമായി ഭവിക്കുന്നു, സർവേ എല്ലാവരും, യുദ്ധവിശാരദാഃ യുദ്ധത്തിൽ നിപുണരുമാകുന്നു. അതിന്റെ സാരാംശം കൂടാതെ എനിക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറായവരും നാനാവിധ ആയുധങ്ങൾ പ്രയോഗിക്കാൻ സാമർഥ്യമുള്ളവരും യുദ്ധത്തിൽ വിശാരദന്മാരുമായ അനേകം ശൂരന്മാരുണ്ട്. അതിന്റെ ഭാവാർത്ഥം പറയുകയാണെങ്കിൽ ജയദ്രഥൻ, കൃതവർമാവ്, ശല്യ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനു വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ പാപിയായ ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു. എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ഫലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. ഇതാണ് ഈ 3 ശ്ലോകം. സാർ ഒന്നും പറയാനുണ്ടോ? ഇല്ല, നന്നായി പറഞ്ഞു. നമുക്കത് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ ശ്ലോകം കഴിഞ്ഞിട്ട് അങ്ങനെ ഇനിയിപ്പോ അടുത്തത് പറയുന്നത് നന്നായി വായിച്ചു. നമ്മള് സംസ്കൃതത്തിന്റെ ആ ഒരു ഇതിലുണ്ടല്ലോ അതേതിലുണ്ടല്ലോ സസ്യ കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എക്സാം എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അടുത്തത് പറയുന്നത് ഇവരല്ലേ, നളിനി സിസ്റ്റർ അല്ലേ? സംസ്കൃതം പഠിച്ചവര് നമ്മൾ തെറ്റ് പറയുമ്പോൾ തിരുത്തി തരണേ. നമ്മൾ സംസ്കൃതം അറിയേയില്ല. അതെ, അല്ല രുദ്രാണി സിസ്റ്റർ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതെ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയും. നളിനി സിസ്റ്റർ, നല്ലാക്ഷി സിസ്റ്റർ അല്ലേ നീ വായിക്കേണ്ടത്? ഉണ്ടോ?
ആരും കേറിയിട്ടില്ലേ? അവർക്ക് മനസ്സിലായി. അന്നാശിസ്റ്റ് കയറിയില്ല. കമലാക്ഷി ടീച്ചർ കയറി തോന്നുന്നു. അപ്പൊ കമലാക്ഷി ടീച്ചർ വായിക്കട്ടെ. എനിക്ക് ക്യാമറ ഓൺ ആവുന്നില്ല സാർ. ഇപ്പോഴാണ് എനിക്ക് ഓണായി കിട്ടിയത് തന്നെ. അത് കുഴപ്പമില്ല ടീച്ചർ. ടീച്ചർ അടുത്ത വായിക്കാൻ പറ്റുമോ? 3 ശ്ലോകങ്ങൾ. ഏത് സാർ? 10 10 അവര് നന്നാക്ഷി ടീച്ചർ കാണുന്നില്ല. അപ്പൊ ടീച്ചർ എന്തായാലും വായിക്കണല്ലോ. ടീച്ചർ വായിക്കാൻ ഓക്കെ പറ്റുമോ? സാർ, വായിക്കാം. 10ാമത്തേത്. പ്രണാമം മാസ്റ്റർ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്യുതമേ തേഷാം ബലം ഭീമാഭിരക്ഷിതം. യത്ത് യാതൊന്ന് ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മരാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ, തത്ത് അങ്ങനെയിരിക്കുന്ന, അസ്മാകം നമ്മുടെ, ബലം ശക്തി സേനാബലം, അപര്യാപ്തം അളവറ്റതാണ്, ഭീമാഭിരക്ഷിതം ഭീമനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ഏതേഷാം ഇവരുടെ, ഇതം ബലം തു ഈ സൈന്യബലമാകട്ടെ, പര്യാപ്തം പരിമിതമാണ്, അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഭാവാർത്ഥം: രണ്ടു കൂട്ടരുടെയും സൈന്യബലത്തെ ദുര്യോധനൻ താരതമ്യപ്പെടുത്തുകയാണ്. തന്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മരുടെ തഴക്കമുള്ള കൈകളിൽ സുരക്ഷിതവുമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. മറിച്ച് പാണ്ഡവരുടെ സൈന്യം പരിമിതവും ഏറെ യുദ്ധപരിചയമൊന്നുമില്ലാത്ത ഭീമൻ രക്ഷിക്കുന്നതുമാണ്. ഭീഷ്മരോടൊത്തു നോക്കുമ്പോൾ ഭീമൻ വെറും നിസ്സാരനാണ്. ദുര്യോധനന് എന്നും ഭീമനോട് അസൂയയുണ്ടായിരുന്നു. കാരണം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ. എങ്കിലും ഭീമനേക്കാൾ വളരെയധികം കഴിവുള്ള ഭീഷ്മന്റെ സേനാധിപത്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. യുദ്ധത്തിൽ നിശ്ചയമായും വിജയശ്രീലാളിതനാകുമെന്ന് കരുതി. 11 അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. സർവേ ഭവന്തഃ ഏവ ഹി നിങ്ങളെല്ലാവരും, സർവേഷു ച അയനേഷു എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും, യഥാഭാഗം വേണ്ടുന്നിടത്ത്, അതായത് വെവ്വേറെയായി സജ്ജീകരിക്കപ്പെട്ടിടത്ത്, അവസ്ഥിതാഹ നിന്നുകൊണ്ട്, ഭീഷ്മം ഏവ ഭീഷ്മനെ തന്നെ, അഭിരക്ഷന്തു രക്ഷിക്കണം. സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. അതിന്റെ ഭാവാർത്ഥം: താൻ ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുകയായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ നയചാതുര്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടുമാറുന്നു. സർവോത്കൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാമഹൻ. എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം. അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. കുരുക്കളുടെ വിജയം ഭീഷ്മദേവനെ ആശ്രയിച്ചാണിരിക്കുന്നതെന്ന് ദുര്യോധനന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അർജുന പത്നിയായ ദ്രൗപദി പ്രമുഖ സേനാധിപരെല്ലാം അടങ്ങിയ സദസ്സിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിക്കപ്പെടാൻ നിർബന്ധിതയായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും
അവർ രണ്ടുപേരും ഒരക്ഷരം മിണ്ടുകയുണ്ടായില്ലല്ലോ. ആ രണ്ടുപേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്കറിയായികയല്ല. എങ്കിലും അന്നത്തെ ചൂതുകളി പോലെയുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചത് തന്നെ ഇപ്പോഴും സംഭവിക്കും. അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്ന് തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു. 12 തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹ സിംഹനാദം വിനദ്യോച്ഛൈ ശംഖം ഗദധ്മോ പ്രതാപവാൻ. അതൊന്നുകൂടെ വായിക്കാം. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹ സിംഹനാദം വിനദ്യോച്ഛൈ ശംഖം ദധ്മോ പ്രതാപവാൻ. പ്രതാപവാൻ പ്രതാപശാലിയും കുരുവൃദ്ധഃ കുരുക്കളിൽ മൂത്തവനുമായ പിതാമഹ മുത്തച്ഛൻ തസ്യ അദ്ദേഹത്തിന് അതായത് ദുര്യോധനന് ഹർഷം സന്തോഷം സംജനയൻ ജനിപ്പിച്ചുകൊണ്ട് ഉച്ചൈഹി ഉറക്കെ സിംഹനാദം വിനദ്യ സിംഹത്തിൻ്റെതുപോലുള്ള തൻ്റെ ശബ്ദം ധ്വനിപ്പിച്ച് പിന്നെ ശംഖം ശംഖ് ദധ്മൗ ഊതി. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശംഖമെടുത്ത് ഊതി. ഭാവാർത്ഥം: കുരുപിതാമഹന് പൗത്രന്റെ അന്തർഗതമറിയാമായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ സിംഹോപമ പ്രതാപത്തിന് ഒത്തവിധം ആർത്ത് അത്യുച്ചത്തിൽ ശംഖനാദം മുഴക്കി. ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ വയ്യെന്ന് വിഷാദഗ്രസ്തനായ ദുര്യോധനന് ശംഖിന്റെ പ്രതീകത്തിലൂടെ ഭീഷ്മർ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. അത് നിറവേറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും. അത്രയല്ലോ ഉണ്ട് സർ. ആ 3 ആയില്ലേ? നന്നായി. അടുത്തത് കമല സിസ്റ്റർ 13-14. ഓക്കെ. സിസ്റ്റർ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ സിസ്റ്റർ വന്നത്. കമല സിസ്റ്റർ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഇടക്കിടക്ക് നെറ്റ് കണക്ഷൻ പോവും. അതാണ് എല്ലാവർക്കും അതുകൊണ്ടാവും അല്ലേ? പങ്കെടുക്കാൻ പറ്റാത്തത്. കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വേറെ വായിച്ചാ പോരെ അല്ലേ സിസ്റ്റർ? റാണി സിസ്റ്റർ കണ്ടിന്യൂ ചെയ്താ പോരെ? ആരെങ്കിലും വായിച്ചാ പോരെ? എന്തോ? ഉണ്ടല്ലോ. വായിക്കണം. 13th വായിക്കണോ? 13th വായിച്ചോളുന്ന. 13th ശംഖാശഭേര്യശ്ച പണവാനക ഗോമുഖാഃ. കേൾക്കുന്നില്ലേ? അല്ല, കമലേഷ് സിസ്റ്റർ വന്നിട്ടുണ്ടല്ലേ? ആ കമലേഷ് സിസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ. വായിച്ചോട്ടെ. കമലേഷ് സിസ്റ്റർ വന്നിട്ടുണ്ട്. കമലേഷ് സിസ്റ്റർ വായിച്ചോട്ടെ എന്നാ. വായിക്കൂ. 13. ഇവര് കേൾക്കുന്നില്ലേ? കമലാക്ഷി വേലായുധൻ. മ്യൂട്ടിലിട്ടിരിക്കുകയാണ്. മ്യൂട്ടൊന്ന് മാറ്റാൻ പറ്റുമോ? കമലാക്ഷി വേലായുധൻ അവർക്ക് അറിയുന്നുണ്ടാവില്ല അതെങ്ങനെ. മാറ്റി വായിച്ചോ. ഇപ്പൊ കേൾക്കുന്നുണ്ടാ? കേൾക്കും. പറഞ്ഞു വായിച്ചോ. ഞാൻ വായിക്കാം. കേൾക്കും. ഓം മാസ്റ്റർ. ഓം ശ്രീ പരമാത്മനേ നമഃ. അധ്യായം 1 13-ാമത്തെ ശ്ലോകം വായിക്കുന്നു. തതഃ ശംഖാശ്ച പണവാനകഗോമുഖാഃ സഹസാ ഏവ അഭ്യഹന്ത ശബ്ദ സുമൂല അഭവത്. ഒന്നുകൂടെ വായിക്കാം. തഥാ ശംഖാശ്ച പണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത
സശബ്ദസ്തു മൂലോ ഭവത്. തഥാ പിന്നെ ശങ്കാശ ശംഖുകളും പേര്യാച്ച പെരുമ്പറകളും പണവാനക ഗോമുഖാജ മദ്ദളങ്ങളും തപ്പട്ടങ്ങളും ഗോമുഖങ്ങളും പെട്ടെന്നു തന്നെ മുഴക്കപ്പെട്ടു. ആ വിവിധ വാദ്യാഘോഷങ്ങൾ എങ്ങും ചേർന്ന് തിങ്ങിയതായി ഭവിച്ചു. ശരി തന്നെയാ? ശരിയുണ്ടാ? വായിക്കാവോ? അങ്ങനെയല്ലേ വായിച്ചു പഠിക്കുക. ഇനി വിവർത്തനം. ആ സമയത്ത് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദങ്ങൾ എമ്പാടും ഉയർന്നു പൊങ്ങി. യുദ്ധരംഗം കോലാഹലമായി മാറി. ഇനി 14-ാമത്തെ ശ്ലോകം വായിക്കാം. തഥാ ശേതൈർ ഹയർ യുക്തേ മഹതി ചന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവൈശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതു. തഥാ ശ്വേതൈർ ഹയർ യുക്തേ മഹതി ചന്ദനെ സ്ഥിതൗ മാധവ പാണ്ഡവച ഏവ ദിവ്യശങ്കൗ പ്രദമധു. പിന്നീട് വെളുത്ത കുതിരകളെ പൂട്ടിയ ശ്രേഷ്ഠമായ തേരിൽ ഇരുന്നു കൊണ്ട് ശ്രീകൃഷ്ണനും പാണ്ഡവപുത്രനായ അർജുനനും ദിവ്യങ്ങളായ ശംഖങ്ങളെ ഉച്ചത്തിൽ മുഴക്കി. ഇനി 15. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമാകർമ്മ മൃഗോദര. പാഞ്ചജന്യം ഋഷികേശ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമാകർമ്മം പുഗോരഭര. പാഞ്ചജന്യമെന്ന പുകൾ നേടിയ ശംഖ് ഇന്ദ്രിയങ്ങളുടെ അധിപനായ കൃഷ്ണൻ, ദേവദത്തം എന്ന ശംഖ് അർജുനൻ പൗണ്ഡ്രമെന്നു പേരുള്ള മഹാശബ്ദം മഹത്തായ ശംഖ് ഭീമമായ കർമ്മം ചെയ്യാൻ കഴിവുള്ള ഭീമൻ. ഇത്ര എനിക്ക് അങ്ങനെ അറിയുന്നില്ല സാർ. ശരിയാ തെറ്റുണ്ടത് പറഞ്ഞു തന്നെ. രുദ്രാണി സിസ്റ്റർ വേണമെന്ന് വായിക്കാം. ഒരു വായിക്കണോ? ഈ കഴിഞ്ഞത് വായിക്കണോ? വായിച്ചോളൂ സിസ്റ്റർ. അത് മാത്രം വായിക്കാം അല്ല. ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ ശബ്ദസ്തുമുലോഭവത്. തത ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനെ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ശംഖൗ പ്രദദ്മതു. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാ വൃക്കോദരഃ. അടുത്തത് ഉൽപ്പലാക്ഷി സിസ്റ്റർ അല്ലേ? 16, 17, 18. പ്രണാമം മാസ്റ്റർ. അനന്ത വിജയം രാജ കുന്തി പുത്രോ യുധിഷ്ഠിരഃ നകുല സഹദേവ സുഘോഷമണി. കുന്തിപുത്രനായ യുധിഷ്ഠിര മഹാരാജാവ് അനന്തവിജയം എന്ന ശംഖം, നകുലൻ സുഘോഷം, സഹദേവൻ മണിപുഷ്പകം എന്നീ ശംഖുകളെയും മുഴക്കി. 17-ാമത്തെ ശ്ലോകം. കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ
ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകീച്ഛാ പരാജിതഃ. വില്ലാളിയായ കാശി രാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നനും വിരാടനും തോൽപ്പിക്കാൻ സാധിക്കാത്ത സാത്വികിയും. 18ാമത്തെ ശ്ലോകം. ദ്രുപദോ ദ്രൗപദേയ സർവശ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു സംഘാൻ ദദ്മു പൃഥക് പൃഥക്. അല്ലയോ രാജാവേ, ദ്രുപദനും ദ്രൗപദീപുത്രന്മാരും പരാക്രമിയും സുഭദ്രാപുത്രനുമായ അഭിമന്യുവും എല്ലാം അവരവരുടെ ശംഖുകൾ മുഴക്കി. രുദ്രൻ സിസ്റ്റർ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയണം നമ്മൾ ചെല്ലുന്നതിൽ. അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ എല്ലാവരും ചെല്ലി തന്നെയാണ് തോന്നുന്നത്. എല്ലാവരും എല്ലാം ഭംഗിയായിട്ട് റിപ്പീറ്റ് ചെയ്തൊക്കെ ചെല്ലാൻ നമ്മൾ അവസരം കൊടുക്കും. എന്താച്ചിട്ടാന്ന് പിന്നെ ഇടയ്ക്ക് കയറി പറയാത്തത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേണമെങ്കിൽ അത് നമുക്ക് ഒരു റിപ്പീറ്റ് ചെയ്യാം. അല്ലേ, ഈ ശനിയാഴ്ച വേണമെങ്കിൽ നാളെ എല്ലാം ഒരു വർഷം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം ചെല്ലുന്നത് എങ്ങനെയാണുള്ളത്. അല്ലെ, അങ്ങനെ നല്ലല്ലേ അത്? നമുക്ക് ചെറിയ മിസ്റ്റേക്സ് വായിച്ചാ മതി അല്ലേ? നാളെ ഫുള്ള് ഒരു ദിവസം ശ്ലോകം മാത്രം വായിച്ചാലേ എല്ലാവർക്കും ഒന്നുകൂടി. പിന്നെ അടുത്ത ആഴ്ച നമുക്ക് നെക്സ്റ്റ് തുടങ്ങാമല്ലോ. അതെ, ആദ്യം കുറച്ച് പതുക്കിയാവും തോന്നും, പിന്നെ നമുക്ക് സ്പീഡ് വരും. ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ നമുക്ക് വായിച്ച് പഠിക്കാനുള്ള ടൈം എടുക്കും. പിന്നെ അത് നമുക്ക് ശ്ലോകത്തിന്റെ നമ്പേഴ്സ് സംസ്കൃതം ഒന്നുമില്ല, കാരണം മലയാളം തന്നെ കൃത്യമായിട്ട് വായിച്ചാ മതി. അതെ അതെ അതെ, മലയാള അക്ഷരം കൃത്യമായിട്ട് വായിച്ചാൽ മതി. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഭഗവത്ഗീത. നമ്മള് എനിക്ക് തോന്നുന്നു സാൻസ്ക്രിറ്റില് എനിക്ക് അത്ര അറിവൊന്നുമില്ല. അത് വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്രൊണൗൺസിയേഷനൊക്കെ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ പറയുന്നത് മലയാളം തന്നെ ഡെവലപ്പ് ചെയ്യും. മലയാളം, ഇംഗ്ലീഷ് എല്ലാ ലാംഗ്വേജസും അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഭഗവത്ഗീത വായിക്കുമ്പോൾ. അപ്പൊ ഇതില് കൂടുതൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ ഭഗവത്ഗീതയുടെ ഈ ഒരു എപ്പിസോഡ്, ഭഗവത്ഗീത എന്നുള്ളത് എല്ലാവർക്കും അറിയാം, മഹാഭാരതത്തിന്റെ അതിൽ ഭാഗത്തായിട്ട് ഭീഷ്മപർവത്തിൽ വരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ലാതിരിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു തരത്തിലൊരു കൗൺസിലിംഗ് ചെയ്തിട്ട് അർജുനനെ തന്റെ കർത്തവ്യബോധം കൊണ്ടുവന്നിട്ട് തിരിച്ച് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, തന്റെ കർമ്മം ചെയ്യണം എന്നാണ് ഭഗവത്ഗീതയുടെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സ് ഹാർട്ട്ഫുൾനെസ്സിൽ, നമ്മുടെ സഹജമാർഗത്തില് ഭഗവത്ഗീത വായിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനൊരു ചെറിയൊരു ഇതിന് മാത്രം എടുത്താൽ പോരാ. കാരണം നമ്മുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ജീവിതത്തിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ നമുക്ക് എപ്പോഴും പ്രചോദനം തരാറുണ്ട്. ഒരുപാട് മഹാത്മാക്കള് ഭഗവത്ഗീതയിൽ നിന്ന് വളരെയധികം പ്രചോദനം എടുത്തവരാണ് ലോകത്തിൽ പലരും. അപ്പൊ അതിൽ പലരും സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം മഹാത്മാഗാന്ധി തന്നെയാണ്. യുദ്ധത്തിന്റെ നോൺ വയലൻസിന് വേണ്ടി ഭഗവത്ഗീത യൂസ് ചെയ്തു. പിന്നെ പലരും ഭക്തി മാർഗത്തിന് പ്രാധാന്യം നൽകി, കുറെ ആൾക്കാർ ജ്ഞാനമാർഗത്തിന് പ്രാധാന്യം നൽകി. അപ്പൊ സഹജമാർഗം ഇതിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സഹജമാർഗം വളരെ വേറിട്ട് നിൽക്കുന്നു. കാരണം സഹജമാർഗം നമുക്ക് ഇത് എന്താ പറയാ, നമ്മുടെ ജീവിതത്തില് നമ്മൾക്ക് എല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടുവരേണ്ടതല്ല ഭഗവത്ഗീത എന്നാണ് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മൊമെന്റിലും നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാൻ ഈ ഒരു ഭഗവത്ഗീത നമ്മളെ സഹായിക്കുന്നു. അപ്പൊ നമ്മള് ഒരു ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് രാവിലെ ഉണരുന്നു, വൈകുന്നേരം കിടന്നുറങ്ങുന്നു. അപ്പോൾ ജീവിതത്തിൽ മുഴുവൻ ഒരുപാട് പോരാട്ടങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് പോരാട്ടങ്ങൾ. അപ്പം നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയാതെ ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിക്കുക, വിനയാന്വിതനായി മാപ്പിരുന്ന് ഇനി ആവർത്തിക്കില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ ശരണാഗതരായി മാപ്പിരക്കുക, എന്നിട്ട് കിടന്നുറങ്ങാനാണ് പറയുന്നത്. അപ്പൊ അതൊരു മൊമെന്റാണ് നമ്മുടെ ജീവിതത്തിൽ.
എന്താ പറയുക, രാവിലെ തൊട്ട് വൈകുന്നേരം, സൂര്യോദയം തൊട്ട് വൈകുന്നേരം ഉറങ്ങുന്നത് വരെയാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. ബാക്കി നമ്മളിപ്പോൾ ഉറക്കവും സുഷുപ്തി അവസ്ഥയും നമ്മൾ ലൈഫിൽ നമുക്ക് അനുഭവങ്ങൾ ഇല്ലാത്ത ലോകമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഫേസ്, അതില് നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്തത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഈ ഒരു മൂവ്മെന്റിൽ രാവിലെ ഉണരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു എന്നായിരിക്കാം. രാവിലെ ജനിക്കുകയാണ്, വൈകുന്നേരം ഉറങ്ങുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം മരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് തന്നെ അറിയില്ല, ഉറക്കത്തിൽ പോവാണ്. അപ്പൊ ഈ ഒരു ദിവസത്തില് നമ്മുടെ ലൈഫിൽ എത്രത്തോളം നമ്മൾക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിച്ചു, എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമ്മുടെ നെഗറ്റീവായിട്ട് ടെൻഡൻസീസിനെ, സെൽഫിഷ്നെസ് വരുന്ന സന്ദർഭങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു. ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള ഒരു ബാലൻസിൽ പോലെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഭഗവത്ഗീത സഹായിക്കുന്നു. അപ്പൊ അതിൽ ആദ്യത്തെ ശ്ലോകം നമ്മൾ സാധാരണ ഭഗവത്ഗീത ഫസ്റ്റ് ശ്ലോകങ്ങൾ ഇത് അത്ര പ്രാധാന്യം കൊടുക്കാതെ നേരിട്ട് രണ്ടാമത്തെ ചാപ്റ്ററൊക്കെ അങ്ങോട്ട് പോകും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദ്യം തന്നെ പറയുന്ന അശോച്യാനന്യ ശോചസ്ത്വം, അതിലേക്കാണ് പോവുക. പക്ഷെ ഫസ്റ്റ് ശ്ലോകത്തിന്റെ പ്രാധാന്യം ഞാൻ വായിച്ചത് ഗോഡ് ടോക്സ് വിത്ത് അർജുന എന്നുള്ള പുസ്തകത്തില് പരമഹംസ യോഗാനന്ദൻ അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട് ഈ ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്രനും സഞ്ജയനും തമ്മിലുള്ള ഒരു ഡയലോഗാണ്. അപ്പൊ അത് ഒരു മനുഷ്യന്റെ തന്നെ രണ്ട് സ്പെക്ട്രമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യന്റെ അന്ധമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, നമ്മൾ സാധാരണ വളരെ വളരെ അറ്റാച്ച്ഡ് ആണ് നമ്മുടെ പ്രോപ്പർട്ടീസ്, നമ്മൾ അതാണ് ആലോചിക്കുക. മാമകാഹ എന്റേതും ഇമ്പോർട്ടന്റ് മാമക എന്നുള്ള വേർഡ് തന്നെ ധൃതരാഷ്ട്രയുടെ വളരെ ഇമ്പോർട്ടന്റ് പൊസസീവ്നെസ് ആണ്. ഈഗോ ഒക്കെ ഒതുങ്ങി. അതെ അതെ. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഫ്ലഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ആദ്യം ആലോചിക്കാറാണ് എനിക്ക് എന്റെ ആൾക്കാർക്ക് പോലും പറ്റിയോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. അമേരിക്കയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോ എന്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ബഫലോയിലാണ് ബ്രദർ, ഇതിന്റെ അടുത്തൊന്നുമല്ല. അപ്പൊ എല്ലാം ചോദിക്കുക ഏട്ടനും വല്ലതും പറ്റിയോ. നമ്മൾ ആദ്യം ആലോചിക്കും നമ്മുടെ ആൾക്കാരെ പറ്റിയോ. അതുപോലെ നമ്മളുടെ സ്വത്ത്, വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മുടെ സ്വത്ത് സംരക്ഷിക്കുക, നമ്മുടെ വീട്ടിലുള്ള സാധനം. അപ്പൊ മാമകാഹ എന്നുള്ളത് ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ വരണ ഒരു ചിന്തയാണ്. മറ്റുള്ളത് എന്ന് പറയുമ്പോൾ എന്റേതല്ലാന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുകയാണ്, അതൊന്നും എന്റെ അല്ല എന്നുള്ളത് തോന്നുകയാണ്. അപ്പൊ അത് തമ്മിലുള്ള ഒരു ടസലായിട്ട് നമ്മൾ എടുക്കാം. മറ്റുള്ളതിനെ നമ്മുടെ ജീവിതത്തിൽ എന്റേതിനെ നിലനിർത്തണമെങ്കിൽ മറ്റുള്ളത് വേണം എന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ ലോകം മുഴുവൻ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു സ്ഥലത്തിന് നിൽക്കണം എന്നുണ്ടെങ്കിൽ മറ്റത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്കൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മൾ 10 സെന്റ് സ്ഥലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ അവിടെ വേണം, എന്നാലും ഈ 10 സെന്റ് സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വെള്ളം, കാറ്റ്, ഭക്ഷണം എല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ നമ്മളത് റിയലൈസ് ചെയ്തില്ല, നമ്മളത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ലാലാജി മഹാരാജ് പറയുന്നത് അതർനെസ് എന്ന് പറയും, അതർനെസ്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ഒരു കംഫോർട്ട് സോണിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഞാൻ എന്റെ ഒരു ചെറിയ ജീവിതം എന്നുള്ള കംഫോർട്ട് നമ്മൾ തിരിച്ചറിയില്ല. മറ്റുള്ളത് ഇപ്പൊ ഞാനിവിടെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്, കേൾക്കുന്ന ആൾക്കാരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുണ്ട്, ടാബ് ഉണ്ട്, മൊബൈൽ ഉണ്ട്, കാറ്റിന്റെ പേരുണ്ട്, ഇത്ര കാര്യങ്ങൾ എന്നെ എന്റെ ശരീരത്തിലെ ആരോഗ്യം, എനിക്ക് വർത്തമാനം പറയാൻ പറ്റണം, കൈകൊന്തിക്കാൻ പറ്റണം, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നത്. അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ, ഫാമിലി ഹെൽപ്പ് ചെയ്തെങ്കിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്നുള്ള ഈ ഒരു പെൻസിൽ, മറ്റേ വിസ്പേഴ്സ്ഡ് മീഡിയം പറയുന്ന പോലെ എഴുതാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ ധൃതരാഷ്ട്ര അന്ധനാണ്. അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത് എന്റെ കുട്ടികൾ നല്ല പ്രശ്നം ഉണ്ടാവും. ആ വകാഹ പാണ്ഡവ ശൈവ ഈ മകുറുന്നത്. പിന്നെ അതിൽ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് സഞ്ജയൻ അതിൽ പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണ് ആൻസർ പറയുന്നത്, പ്രസന്റ് ടെൻസിലല്ല. റണ്ണിങ് കമന്ററി അല്ല അവിടെ. അപ്പൊ നമ്മള് ക്രിക്കറ്റ് കമന്ററി കേൾക്കുമ്പോൾ സിക്സർ അടിച്ചു, സ്കോർ പോയി, അങ്ങനെ പറയും. ഇത് സഞ്ജയൻ പറയുന്ന അങ്ങനെയല്ല, എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. പാസ്റ്റ് ആയിട്ടാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ കണ്ടപ്പോൾ ദുര്യോധൻ സംസാരിക്കുന്നു എന്നല്ല പറയുന്നത്, ഭീഷ്മർ ദ്രോണരോട് സംസാരിക്കുന്നു എന്നുള്ളതല്ല അവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ അവിടെ വരുന്നുണ്ട്. നമ്മൾ വൈകുന്നേരം എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ, നമ്മളൊരു റിഫ്ലക്ഷൻ ആണ് അവിടെ ഉള്ളത്. അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ മറന്നു പോകും. വൈകുന്നേരം ആകുമ്പോൾ
നമ്മൾ ഒന്ന് ഡയറി എടുക്കുക, മുമ്പിൽ വെക്കുക, എന്നിട്ട് നമ്മൾ ആലോചിക്കുകയാണ് ഇന്നത്തെ യുദ്ധത്തിൽ ഞാനെന്നുള്ള ടെൻഡൻസീസ് എത്ര വന്നു, അതുപോലെ തന്നെ സെൽഫ്ലെസ് അല്ലാത്ത കാര്യങ്ങൾ, നമ്മളുടെ നിസ്വാർത്ഥമായിട്ടുള്ള ടെൻഡൻസീസ് എത്ര വന്നു, ഇത് നമ്മളൊരു ബാലൻസ് നമ്മൾ കാണണം. ഇത് ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിക്കണം. ഞാൻ തന്നെ എന്റെ തന്നെ ഹയർ യുദ്ധത്തിനോട്, എന്റെ തന്നെ ഉള്ളിലുള്ള ഹയർ ഇന്റലിജൻസിനോട് ഞാൻ തന്നെ, രണ്ടാളും ഒരാൾ തന്നെയാണ്, രണ്ടാളല്ല ശരി. എനിക്കിപ്പോ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഉള്ളിലേക്ക് തിരിയും, ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ചെയ്തത് ശരിയാണോ. ആൻസർ വരുന്നത് എന്റെ ഉള്ളിൽ തന്നെയാണ്. സഞ്ജയ് എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത്. ബാലൻസ് വിസ്ഡം എന്നുള്ളൊരു അർത്ഥം. അതാണ് വേദവ്യാസൻ ദിവ്യദൃഷ്ടി നൽകി സഞ്ജയനാന്ന് പറയുന്നത്. അപ്പൊ ഇന്നർ അവേക്കനിങ് നമുക്ക് കണക്ഷൻ തന്നിട്ടുള്ള മാസ്റ്റർ, ആ മാസ്റ്റർ നമുക്ക് കണക്ഷൻ തന്നു. മാസ്റ്ററിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനും നമുക്ക് അതിന് ആൻസർ കിട്ടാനും സാധിക്കും. സഞ്ജയൻ അത് വളരെ വളരെ ഇമ്പാർഷ്യലായിട്ട് പറയുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയും. പക്ഷേ ധൃതരാഷ്ട്രന്റെ ടെൻഡൻസീസ് ആദ്യം തന്നെ പോകുന്നത് ദുര്യോധനിലേക്കാണ്. നമ്മളിപ്പോ ആദ്യം തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ ആൾക്കാരുടെ വാക്കുകളാണ്. അപ്പൊ ദുര്യോധനൻ പറയുകയാണ്, ദുര്യോധനൻ ദ്രോണരോട് ചോദിക്കും. ദ്രോണര് ആചാര്യനാണ്. ദ്രോണര് ശരിക്കും ഇവരുടെ കൗരവന്മാരെയും പാണ്ഡവന്മാരെയും ആചാര്യനായിട്ടാണ് കാണുന്നത്. പക്ഷെ ദ്രോണര് ഇവരുടെ പക്ഷത്തേക്ക് നിൽക്കുകയാണ്, കൗരവന്മാരുടെ പക്ഷത്തേക്ക് നിൽക്കുകയാണ്. ടീച്ചറ് കൗരപക്ഷത്തേക്ക് നിൽക്കുകയാണ്. അപ്പൊ അതില് ഉള്ള രസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെറും എന്താ പറയാ ഇൻഫോർമേഷൻ മാത്രമായിട്ട്, അത് നോളജ് അല്ലാതെ ശരിക്കും വിദ്യം അല്ലാതെ മാറുമ്പോൾ ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ പഠിച്ച വിവരങ്ങൾ. അതാണ് ദ്രോണരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഇപ്പൊ സംസ്കാരങ്ങൾ തന്നെ നമ്മൾ എപ്പോഴും ആൻസർ ചോദിക്കുക നമ്മുടെ ഉള്ളിലുള്ള ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനോടാണ്. നമ്മുടെ ഉള്ളില് പ്യൂർ ആയിട്ടുള്ള അറിവിനോടല്ല ചോദിക്കുന്നത്. ഇപ്പൊ ദ്രോണർ എപ്പോഴും ടീച്ചർ എന്നുള്ള നിലയ്ക്ക്, സ്പിരിച്വൽ ലീഡർ എന്നുള്ള നിലയ്ക്കല്ല ദ്രോണരുടെ പെർഫോമൻസ്. ദ്രോണർ ദുര്യോധനൻ പറയുന്നതാ കേൾക്കുക, ഹസ്തിനപുരം പറയുന്നതാണ് ദ്രോണർ. ഇപ്പുറത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിൽക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ അന്നത്തെ അവതാര പുരുഷനാണ്, നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്ക് സ്ഥാനത്തിനോട് മോഹം, ഈ പദവിയോട് മോഹം. അപ്പൊ അതുകൊണ്ട് അവർ ഈ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ദുര്യോധനൻ അവിടെ ദ്രോണരോട് ദ്രോണർക്ക് എന്താ പറയുക, ദ്രോണരോട് പറയാണ് ഭീഷ്മരെ സപ്പോർട്ട്. ഭീഷ്മർ ഇതേപോലെ തന്നെ ഒരു ക്യാരക്ടറാണ്. ഭീഷ്മര് നമ്മള് മഹാനായിട്ടുള്ള ഒരാളാണ്, എല്ലാം അറിയുന്ന ഒരാളാണ്. പക്ഷെ ഭീഷ്മര് നിൽക്കുന്നത് ഹസ്തിനപുരത്തിന്റെ സൈഡിലാണ്. ഭീഷ്മര് ധർമ്മപക്ഷത്ത് നിൽക്കുകയല്ല ചെയ്യും. ഭീഷ്മർ ധർമ്മം എന്ന് വരുന്നത് ഹസ്തിനപുരത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഭീഷ്മര് ശരിക്കും അവസാനം പറയുന്നുണ്ട്, മഹാവിഷ്ണു ആണ് ഈ നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് യുധിഷ്ഠിരനോട് പറയുന്നു. ഇല്ലേ, അങ്ങനെ പറയുന്നില്ലേ? അവസാനം വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷെ ആ അത്ര അറിയുന്ന ഭീഷ്മർക്ക് ഹസ്തിനപുരത്തിനെ കൈവിടാൻ സാധിക്കുന്നില്ല, ഹസ്തിനപുരത്തിനെ കൈവിടാൻ പറ്റുന്നില്ല. നിൽക്കുന്നത് ഹസ്തിനപുരത്തിന്റെ സൈഡിൽ. അപ്പൊ ഭീഷ്മർ റെപ്രസെന്റ് ചെയ്യുന്ന ഈഗോനെയാണെന്നാണ് പറയുന്നത്. നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ഹയർ മാസ്റ്റർ ഉണ്ട്, ഈഗോ ഉണ്ട്. ഈഗോ നമ്മുടെ സ്യൂഡോ സെൽഫായിട്ടാണ് പെരുമാറുന്നത്, നമ്മുടെ അഹംബോധം, നമ്മുടെ അറ്റാച്ച്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അറ്റാച്ച്മെന്റ് എപ്പോഴും നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യം. നമ്മൾ മാസ്റ്റർ എടുത്ത് പോയാലും, നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലും, സഹജമാർഗത്തിൽ ജോയിൻ ചെയ്താലും നമ്മളെപ്പോഴും നോക്കുന്നത് എനിക്ക് എന്റെ ജീവിതം സുഖമാവണം, എന്റെ അസുഖം മാറണം, എനിക്ക് എന്റെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ സഹജമാർഗത്തിൽ പോയിട്ട് ശാരജി മഹാരാജ് പറയാറുണ്ട്, എന്താ പറയാ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സഹജമാർഗത്തിന് ബ്ലെയിം ചെയ്യും. മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം ഇതുണ്ടായി, മെഡിറ്റേഷൻ ചെയ്തതിന് അതുണ്ടായി, ഇതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന പോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയും. പക്ഷേ ആക്സെപ്റ്റൻസിന്റെ ഘട്ടം വരുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ ലൈഫിൽ ആ ഫൈനൽ സറണ്ടർ ഉണ്ട്, ഭഗവാന് സറണ്ടർ ചെയ്യണ ഒരു സ്റ്റെപ്പ് ഉണ്ട്, എല്ലാം മാസ്റ്റർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവാനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ സഞ്ജയൻ ഇവിടെ ഇത് എനിക്ക് മനസ്സിലായി തോന്നിയ കാര്യങ്ങളാട്ടോ, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. സഞ്ജയൻ ആദ്യം തന്നെ ദുര്യോധനോട് പറയാം. അത് ദുര്യോധനൻ ആദ്യം തന്നെ, നമ്മളിപ്പോ ഒരു പെർഫോമൻസിന് പോകുമ്പോൾ, നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണ്, അവരെങ്ങനെയാ നമ്മൾ ശ്രദ്ധിക്കുകയോ, അവര് നമ്മൾ പറയുന്നത് കേൾക്കുവോ എന്നുള്ള ചിന്തയാണ്. ഞാൻ ആരുടെ വരെ സംസാരിക്കാൻ പോണത്, ആരുടെ വരെ പാടാൻ പോണത്,
അപ്പൊ ഓപ്പോസിറ്റ് സൈഡിനെ പറ്റി നമ്മൾ വളരെയധികം കോൺഷ്യസ് ആവും. അപ്പൊ ഭീമനെ പറ്റിയിട്ടും അവരുടെ ശക്തിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവരുടെ കഴിവിനെ പറ്റിയിട്ട് ബോധവാനാണ്. അവിടെ നിൽക്കുന്ന ശക്തി സൈന്യത്തിന് മുഴുവൻ കണ്ടു, പക്ഷെ ഭഗവാനെ കണ്ടിട്ടില്ല. ഇത്രയൊക്കെ അവരെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടും പ്രധാനപ്പെട്ട ആളെ പറ്റിയിട്ട് ദുര്യോധനൻ അറിഞ്ഞിട്ടില്ല. ദുര്യോധനൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഭഗവാനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ഒരു ആഗ്രഹത്തിൽ ബൗണ്ട് ചെയ്ത ഒരാളുടെ പ്രശ്നം. ഈശ്വരൻ എന്ന് പറയുന്നതും എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ യുദ്ധം ചെയ്യണം, എനിക്ക് എന്റെ രാജ്യം വേണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു എന്താ പറയുക, നമ്മൾ സമാധാനിക്കുകയാണ്. അല്ല, എന്റെ സൈന്യം തന്നെയാണ് നല്ലത്, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് സ്വയം സമാധാനിക്കുക. അപ്പൊ ഈ നിൽക്കുന്ന എന്താ പറയുക, ദുര്യോധനൻ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ ദുര്യോധനനെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഭീഷ്മര് ശംഖ് അത്രയും ഉറക്കം വലിപ്പിടിച്ചതെന്നാണ്. ആദ്യം തന്നെ ഭീഷ്മര് ശംഖ് ഉറക്കുകയാണ് വിളിച്ചിട്ടുണ്ട്. ദുര്യോധനന് സന്തോഷമാവട്ടെ എന്നുള്ളൊരു മോട്ടിവേഷൻ ആയിട്ട് ശംഖ് ശക്തമായിട്ട് ഊതി. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആദ്യം തന്നെ ശംഖ് മുഴക്കുന്നത് നമ്മുടെ ഈഗോ ആണ്, അഹംബോധമാണ്. ഞാൻ എന്നുള്ള ഞാൻ ചെയ്യാം എന്നുള്ള ആ ഒരു ഫീലിംഗ് ആദ്യം ചെയ്യാം. അപ്പൊ അതാണ് അവിടെ ശംഖ് ഊതുന്നത് ആദ്യം ഭീഷ്മര്. അതിന് ശേഷം ഉള്ളുന്നൊരു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ശബ്ദം വരും, ഞാൻ ഇവിടെ ഉണ്ട്, ഭഗവാൻ ഇവിടെ ഉണ്ട്. സെക്കൻഡ്. അപ്പൊ അതില് ഭഗവാനും അർജുനനും കടന്നു വരുന്നത് നമ്മുടെ എന്താ പറയുക, രണ്ട് എക്സ്ട്രീമായിട്ട് ആത്മീയ ആചാര്യനും ഗൈഡും ആത്മീയമായിട്ടൊരു സീക്കറും ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്പെക്ട്രമാണ്. അവര് വന്നിട്ട് നടുവിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്ദിഗ്ധാവസ്ഥയിൽ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ അപ്പോഴാണ് നമ്മൾ മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ രണ്ട് ടേംസ് ഉണ്ട്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, രണ്ട് ടേംസ് ഉണ്ട്. എന്താണ് ധർമ്മക്ഷേത്രം, എന്താണ് കുരുക്ഷേത്രം? എന്തെങ്കിലും ഒരു ആൾക്കാർ റെസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുക? ഫസ്റ്റ് ശ്ലോകാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ലൈഫ് തന്നെ ഒരു യുദ്ധഭൂമി എന്നാണോ? അത് ലൈഫിന്റെ യുദ്ധം. അതിന് അല്ല, ഇത് ഒരു ഇൻട്രോസ്പെക്ഷൻ തോന്നുന്ന കാര്യങ്ങളാട്ടോ. ധർമ്മക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്യൂർ ആയിട്ടുള്ള ധർമ്മത്തിന്റെ ക്ഷേത്രം, നമ്മുടെ ഫീൽഡ് ഓഫ് ആക്ഷൻ, നമ്മുടെ പ്യൂർ ആയിട്ടുള്ള കോൺഷ്യസ്നസിന്റെ ഫീൽഡ് ഉണ്ട്, മാസ്റ്ററുടെ ഫീൽഡ്, ക്ഷേത്രം. അവിടെയാണ് നമ്മൾ കളികൾ മുഴുവൻ കളിക്കുന്നത്. ആ ക്യാൻവാസിന്റെ മുകളിലാണ് നമ്മൾ കളികൾ മുഴുവൻ കളിക്കുന്നത്. നമ്മുടെ എല്ലാ യുദ്ധങ്ങളും അതിന്റെ മുകളിലാണ്. അപ്പൊ അതിൽ നടത്തുന്ന നമ്മുടെ പോരാട്ടങ്ങളാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് എന്താ പറയുക, ധർമ്മം നടത്തുന്നു, ധ്യാനയോഗം നടത്തുന്നു, പല യോഗങ്ങളും നടത്തുന്നു. പക്ഷെ അത് എല്ലാം നടത്തുന്നത് ഈ ധർമ്മക്ഷേത്രത്തിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ദ്വന്ദ്ങ്ങളുണ്ടാവും. പാണ്ഡവനും കൗരവനും അവിടെ ഉണ്ടാവും. ഇവർ തമ്മിലുള്ള പോരാട്ടം നമ്മുടെ ഉള്ളിൽ നടന്നു. വെർച്യു ആൻഡ് സിറ്റ്, ലാലാജി മഹാരാജ് പറയുന്നുണ്ട്, വെർച്യു എന്ന് പറയുന്നത് വാട്ട് ഇസ് റൈസിങ് മീ ടു ഗോഡ് എന്നാണ് വെർച്യു എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സിനെ ഈശ്വരനിലേക്ക് ഉയർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ പുണ്യമാണ്. മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെ തലത്തേക്ക് താഴ്ത്തുന്നതൊക്കെ പാപമാണ്. സെൽഫിഷ്നെസ്സിലേക്ക് താഴ്ത്തുന്നതൊക്കെ പാപം, സെൽഫ്ലെസ്നെസ്സിലേക്ക് ഉയർത്തുന്നതൊക്കെ പുണ്യം. അപ്പൊ നമ്മള് സാത്വിക് ടെൻഡൻസീസിൽ പുണ്യ ഫലങ്ങളിലേക്ക് നയിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള പ്രവൃത്തികൾ, അതുമാതിരി ഓപ്പോസിറ്റ് സൈഡിൽ ഇത് തമ്മിലുള്ള ഒരു പോരാട്ടം. നമ്മൾ എപ്പോഴും വടംവലിയുണ്ട്, ഇത് ഏതാണ് ചെയ്യണം. ഒരു കാര്യം ചെയ്യണം എന്നുണ്ട്, പക്ഷെ ചെയ്യണ്ടേ എന്നുള്ളൊരു പോരാട്ടമാണ്. അങ്ങനെയുള്ള ഒരു സന്ദിഗ്ധാവസ്ഥയിൽ എത്തുമ്പോഴാണ്, സന്ദിഗ്ധാവസ്ഥ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതാണ് അർജുനൻ. മനുഷ്യാണ് ധനഞ്ജയാന്ന് പിന്നെ വരുന്നുണ്ട്. അർജുനൻ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കണം, ഞാൻ ഓബ്ജക്റ്റീവ് പുറത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ എന്റെ മനസ്സിനെ ഉയർത്തുന്ന കാര്യങ്ങളാണോ, അതോ അത് ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നൊരു കൺഫ്യൂഷൻ നമ്മൾ സഹജമാർഗ അഭ്യാസം നമുക്കൊക്കെ വരാറുണ്ട്. നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതെന്നെ മാസ്റ്ററിലേക്ക് അടുപ്പിക്കുകയാണോ, അതോ എന്നെ എന്താ പറയാ ആഗ്രഹങ്ങളുടെ തലത്തേക്ക് വിളിക്കുകയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഹൃദയമാണോ സംസാരിക്കുന്നത്, ഇന്റലക്ട് ആണോ സംസാരിക്കുന്നത്? ചാരിജി മഹാരാജ് പറയും, സറ്റാൻ തല തൊട്ടിട്ടാണ് സറ്റാൻ ആൻഡ് ഗോഡ് എന്ന് പറയും. ഹാർട്ട് തൊട്ട് ഇത് തമ്മിലൊരു പോരാട്ടമാണ്. ഈശ്വരനാണോ, ഇത് ഏതാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയില്ല.
അപ്പൊ അത് എങ്ങനെ മനസ്സിലാവുന്ന ജാർജി മഹാരാജിനോട് യു ഹാവ് ടു പ്രാക്ടീസ്. പ്രാക്ടീസ് യു വിൽ സ്റ്റാർട്ട് ഹിയറിംഗ് ദിസ് സൗണ്ട്. അപ്പൊ അർജുന എത്രയോ വർഷം, 76 വർഷം ഭഗവാന്റെ കൂടെ നടന്നിട്ട് ഈ സമയത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സന്ദിഗ്ധ, ശരിക്കുള്ള എന്താ പറയുക, ലൈഫിൽ വരുന്നൊരു ക്രൈസിസ് ഉണ്ട്. നമുക്കുണ്ടാവാറുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഘട്ടങ്ങൾ. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടാവാറുണ്ട്, ഈ ഓപ്പറേഷനിൽ ഇനി എന്താ ചെയ്യുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഞാനിത് എന്താ പറയാ ഈ രീതിയിൽ പോണ, ചിലപ്പോൾ ചെയ്യേണ്ട ഡിസിഷൻ തെറ്റിപ്പോകും, ചിലപ്പോൾ മിണ്ടാണ്ടത് കുറച്ചു നേരം ആലോചിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് ഉള്ളിന്ന് വരും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെടുക്കുന്ന തീരുമാനം, എല്ലാവരും നന്മയ്ക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അതെന്റെ സ്വാർത്ഥതയാണ് വരുന്നത്. അത് ഈ ഇത്ര ക്രൈസിസ് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ മാസ്റ്ററോട് ചോദിക്കുക, മാസ്റ്റർക്ക് എഴുതുക, മാസ്റ്ററോട് ചോദിക്കുക, ഡിസ്കസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അതിനുള്ള ആൻസർ എൻ്റെ ഉള്ളിൽ എൻ്റെ ഹയർ ലെവലിൽ നിന്ന് വരണം. അപ്പൊ അതിനാണ് സറണ്ടർ ചെയ്യേണ്ടത് പറയുന്നത്. ഇത്രയൊക്കെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകുമ്പോൾ, ശംഖും ഒക്കെ ഉണ്ടാകുമ്പോൾ, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സൈലന്റ് ആയിട്ടുള്ള വിറ്റ്നസ് ആയിട്ട് ഭഗവാനോടുണ്ട്. നമ്മൾ സറണ്ടർ ചെയ്യാൻ കാത്തു നിൽക്കുക. നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമേ ഭഗവാൻ സംസാരിക്കൂ. ഇവിടെ ഇന്നും ഭഗവാൻ സംസാരിക്കുന്നില്ല. അത് എന്റെ രഥം കൊണ്ടേ വെക്കൂ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, എനിക്കെല്ലാം കാണണം, യുദ്ധം ചെയ്യേണ്ടത് ആരെയാണ് കാണണം എന്ന് അർജുനൻ ചോദിക്കുക. അപ്പൊ അർജുനന്റെ ആ ഒരു കോൺഫിഡൻസ് ആണ്, അഹംബോധത്തിന്റെ കോൺഫിഡൻസ് ആണ് അവിടെ കാണുന്നത്. പക്ഷെ അത് കാണുമ്പോഴേക്കും ആള് തള്ളും. അപ്പൊ അതുവരെ മിണ്ടാണ്ടിരുന്ന ഭഗവാൻ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, പിന്നെ പെട്ടെന്ന് അതെ പെട്ടെന്ന് കോൺഫിഡൻസ് ആണ്. അത് ക്രൈസിസ് വരുമ്പോഴല്ലേ, ആ ക്രൈസിസ് ആണ് എനിക്ക് തോന്നുന്നത് അവരുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ. അത് ഭാഗ്യം വേണം. അങ്ങനെ ഒരു സമയത്ത് നമുക്കൊരു ഗുരുനാഥന്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റുക, അങ്ങനെ ഒരു നമുക്ക് പലപ്പോഴും ഹെൽപ്ലെസ്നെസ് വരുമ്പോൾ നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഭാഗ്യമാണെന്ന് വിചാരിക്കും, ഭാഗ്യമായിരുന്നു, രക്ഷപ്പെട്ടു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ ഒരിക്കലും ഒരു ഡിവൈൻ ഹാൻഡ് അതിൽ കാണില്ല, സാധാരണ ആൾക്കാർ കാണില്ല. അതൊരു ഡിവൈൻ ഹാൻഡ് കാണുകയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഗുരുനാഥന്റെ കൂടെ നിൽക്കുമ്പോൾ മാസ്റ്ററാണ് അത് സഹായിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. മനസ്സിലാവുന്ന സഹായിക്കണം, നമ്മൾ തിരിച്ചറിയണം. അപ്പോഴേ നമ്മൾ ശരിക്കും പറഞ്ഞത് കേൾക്കുള്ളൂ. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ അങ്ങേ ഡിസൈപ്പിൾ ആണ്, അങ്ങ് എന്നോട് പറയണം എന്ന് അർജുൻ അതുവരെ പറഞ്ഞില്ല. അർജുൻ അതുവരെ ഡിസൈപ്പിൾ, എന്റെ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചത്, എന്റെ കസിൻ ആണ്, എന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഇങ്ങനൊരു ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ നേച്ചർ കൊണ്ടുവരും, എപ്പോഴും കൊണ്ടുവരും. നമുക്കുണ്ട് ഒരു ക്രൈസിസ്, മഹാഭാരതം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ക്രൈസിസ് വരുമ്പോൾ നമ്മളതിനെ പാസ്റ്റിലേക്ക് നോക്കിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷനെ നോക്കിയിട്ടും ഒക്കെ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കും. ആ സമയത്താണ് നമ്മൾ മാസ്റ്ററുടെ സൗണ്ട് കേൾക്കുന്നത്. ശരിക്കും അത്രയും സറണ്ടർ ചെയ്ത ഒരാൾക്ക് മാസ്റ്ററുടെ ആ സൗണ്ട് അവിടുന്ന് കേൾക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അർജുനൻ കേൾക്കില്ലായിരുന്നു, അർജുനൻ കേൾക്കില്ലായിരുന്നു. അപ്പോ ഈശ്വരന്റെ ശബ്ദം, സ്നേഹത്തിന്റെ ശബ്ദത്തിന് എന്താ പറയാ, ശരിക്കുള്ള ശബ്ദം, മാസ്റ്റർ സംസാരിക്കുന്നതും ശരിക്കുള്ള മാസ്റ്ററുടെ ശബ്ദവും ഡിഫറെന്റ് ആണ്. നമ്മൾ ഉള്ളിൽ നിന്നുള്ള ശരിക്കുള്ള ആ സൗണ്ട് നമ്മൾ കേൾക്കണം, മാസ്റ്റർ പറഞ്ഞ് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതല്ല, ദാജി പറയാറുണ്ട്, ലിസൺ ടു യുവർ ഇന്നർ മാസ്റ്റർ. If he does not give the answer, there is no other answer available. I cannot give you any answer. You have to find the answer from inside. ഞാൻ പറയുന്നതല്ല, ഇത് നിങ്ങളുടെ ഉള്ളിൽ നമുക്ക് അനുഭവിച്ച് മനസ്സിലാവുമ്പോഴാണ് അത് ശരിക്കുള്ള ആൻസർ തരുന്നത്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഭഗവത്ഗീതയുടെ ഇനീഷ്യൽ ശ്ലോകങ്ങൾ എനിക്ക് മനസ്സിലായത്. ഡയറി എഴുതുമ്പോൾ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഭഗവത്ഗീതേനെ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ മെത്തേഡായിട്ട് കാണാം. അപ്പൊ മാത്രമേ ഭഗവത്ഗീത നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റുള്ളൂ. അടുത്തുള്ള ശ്ലോകങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇതൊരു നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് പറഞ്ഞത് മാത്രം. ഇതില് സാറ് சொன்னப்ப ഞാൻ നമ്മൾക്കിപ്പോ മനസ്സിലായത്, ഇതില് നമ്മള് ഡെയിലി ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന കഷ്ടതകളും നമുക്ക് ഉള്ള ദുരിതങ്ങളും നമ്മളിങ്ങനെ ഭയവിഹ്വലമായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തില് നമുക്ക് ഭഗവാൻ അർജുനോട് പറയുന്നത് നമ്മളോട് പറയുന്ന മാതിരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് അതിൽ കൂടെ നമുക്ക് ഈ ധ്യാനത്തിൽ കൂടെ നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. ഹാർട്ട്ഫുൾനെസ് അതും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നത് അർജുനോട് പറയുന്നത്, നമ്മൾ തന്നെ അർജുനൻ
നമ്മൾ തന്നെയാണ് അതെ എല്ലാ അഹംബോധവും കാര്യങ്ങളും വരുന്നത്. പക്ഷെ നമ്മളെ ഹാർട്ടിനോട് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ധ്യാനത്തിൽ കൂടെ നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. ഈ ഡെയിലി നിത്യജീവിതത്തിൽ കാണുന്ന കഷ്ടതകൾ അതല്ലേ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ അതെ അതെ. അല്ല പിന്നെ വേറൊന്നും മനസ്സിലാക്കാനുള്ളത് മാസ്റ്റർ കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വേറൊന്നും മനസ്സിലായത്. അർജുനന്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു. അർജുനൻ ബെനിഫിറ്റ് വന്നത് അർജുനൻ സറണ്ടർ ചെയ്തപ്പോൾ മാത്രം. അപ്പൊ നമ്മൾ എപ്പോ സറണ്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ സറണ്ടർ ചെയ്യും. ഓ മാസ്റ്റർ ദ വേൾഡ് ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സറണ്ടർ. അപ്പൊ നമുക്ക് ഭഗവത്ഗീത ഈ ഗീത എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവൈൻ ഫ്ലോ തന്നെയാണ്, പ്രാണാഹുതി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രാണാഹുതി തന്നെയാണ്. നമുക്ക് പ്രാണാഹുതി ആക്സസ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ നമ്മുടെ എന്നും കണ്ടുമുട്ടി രാവിലെ വന്ന് കാണാൻ റെഡി ആയിട്ട് വരികയാണ്. നമ്മൾ മെഡിറ്റേഷൻ റൂമിൽ ചെല്ലുമ്പോൾ മാസ്റ്റർ കൈ പിടിച്ചിട്ട് കണക്ട് ചെയ്യാണ്. ആ കണക്ഷൻ വിടാതെ ഇരുന്നാൽ മതി. പക്ഷെ നമ്മൾ ദിവസത്തെപ്പോഴും പെട്ടെന്ന് നമ്മൾ വേറെ എന്തിലേക്ക് അങ്ങോട്ട് പോകും. അതാണ് മദർ തെരേസ പറഞ്ഞത്. ഇറ്റ് ഇസ് ഗുഡ് ദാറ്റ് യു ഹാവ് എ മാസ്റ്റർ, ബട്ട് ഇറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാറ്റ് ഹൗ ഡു യു യൂസ് യുവർ മാസ്റ്റർ. ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മാസ്റ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. മാസ്റ്റർ നമ്മളൊരു ഗൈഡായിട്ട്, നമ്മുടെ ഒരു മാതൃകയായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ക്യാരക്ടർ ഫോർമേറ്റ് ഫോളോ ചെയ്യുന്ന മാതൃകയായിട്ട് മാസ്റ്റർ തരുന്ന ആ എസെൻസ് അത് ഉൾക്കൊള്ളാനാണ് നമ്മൾ മാസ്റ്റർ ഉപയോഗിക്കുന്നത്. വെച്ചാൽ നമ്മുടെ ലൈഫിലുള്ള എല്ലാ അനുഭവങ്ങളെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ഭഗവത്ഗീത മുഴുവൻ ആക്സെപ്റ്റൻസിനെ കുറിച്ചാണ്. ജസ്റ്റ് ആക്സെപ്റ്റ് ആൻഡ് എന്നെ റിമെമ്പർ ചെയ്യും എന്ന് എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്. അതിലേക്കാണ് കണക്ട്. ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, ഡോണ്ട് വറി. പക്ഷെ എനിക്ക് സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ആ പൂർണ്ണമായിട്ടുള്ള അറിവാണ്. ടോട്ടൽ നോളജാണ് ശരിക്കും ഈ ഡിവൈൻ ഫ്ലോ എന്ന് പറയുന്നത്. ടോട്ടൽ നോളജാണ്, പ്യുവർ നോളജ്. അത് ബാബുജി മഹാരാജ് പറഞ്ഞു, ഭഗവത്ഗീത ഇത്രയൊന്നും ഉണ്ടായിട്ടില്ല, ട്രാൻസ്മിഷൻ ആണ് ഉണ്ടായത്. 6-7 ശ്ലോകം ചൊല്ലിയുള്ളൂ. ശരിക്കും ട്രാൻസ്മിറ്റ് കണ്ടീഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആ സീഡ് നമ്മുടെ ഉള്ളിൽ മാസ്റ്റർ തരികയാണ്, സീഡ് ചെയ്യാണ്. അർജുനന്റെ ഉള്ളിൽ ഭഗവാൻ സീഡ് ചെയ്തു, ആ ഒരു നോളജ് സീഡ് ചെയ്തു. അപ്പൊ അത് അർജുനനെ ആ ക്രൈസിസ് മറികടക്കാൻ സഹായിച്ചു. ആ ഒരു യുദ്ധത്തിന്റെ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അത് കോൺഫിഡൻസ് കൊണ്ടുവരാൻ സഹായിച്ചു. നമുക്കത് പെർമനന്റ് ആയിട്ടൊരു സഹായമായി മാറണം എന്നുകൂടിയാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് എന്താ പറയുക, ഭഗവത്ഗീത കിട്ടാനായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യുദ്ധത്തിന് കാത്തിക്കേണ്ട ആവശ്യമില്ല. പോരാട്ടം വന്നാലേ ഞാൻ സറണ്ടർ ചെയ്തു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നം വരട്ടെ, അപ്പൊ ഞാൻ മാസ്റ്റർ കാണാൻ പോവാം. അപ്പൊ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായി, ഇനി മെഡിറ്റേഷന്റെ ആവശ്യമില്ല. അപ്പൊ വയസ്സാവട്ടെ. ഇപ്പൊ ഈ ചെറുപ്പത്തിലൊന്നും ചിലപ്പോ എനിക്ക് ജീവിതം എൻജോയ് ചെയ്യണം. നമ്മൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. വിഷമുള്ളപ്പോൾ മാത്രം ഇറ്റ് ഇസ് ടേക്കൺ ആസ് എ തെറാപ്പി എന്ന് ബാബുജി പറയും. ഐ എം സോറി ടു സേ ദാറ്റ് യു ആർ യൂസിങ് എ ടെമ്പിൾസ് ആസ് ടോയ്ലറ്റ്സ് എന്നാണ് ബാബുജി പറഞ്ഞത്. ടോയ്ലറ്റ് പോലെയാണ് ഇപ്പൊ ടെമ്പിള്, അമ്പലങ്ങൾ ഉപയോഗിക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് എംടി ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പിളിൽ പോകുന്നു. നമ്മൾ അതുപോലെ നമ്മുടെ മിഷൻ, നമ്മൾ സഹജമാർഗത്തിൽ വന്നു എന്ന് വെച്ച് നമ്മൾ സ്പിരിച്വാലിറ്റിയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെയാണ് അതിനെ കരുതുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് ശരിക്കും നമ്മുടെ സ്പിരിച്വൽ എലിവേഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരിക്കലും എന്താ പറയാ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അയ്യോ ഇങ്ങനെ വന്നല്ലോ, എന്താ മാസ്റ്റർ ഇങ്ങനെ വന്നത്, മാസ്റ്റർക്ക് സംശയിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് അപ്രത്യക്ഷമാവണം. പറഞ്ഞു രശ്മി. രശ്മിക്ക് എന്താ പറയണ്ടോ? ഇല്ല സർ, സാറ് പറഞ്ഞത് കറക്റ്റ് ആണെന്ന്. നമ്മള് ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടന്റ്. സാറ് പറഞ്ഞില്ലേ ഇപ്പൊ, അത് ജസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് സാർ അത്. ആറ്റിറ്റ്യൂഡാണ്. എല്ലാവരും ഭഗവാനെ കണ്ടവർ തന്നെയാണ് ആ കാലത്ത്. എല്ലാവരും കണ്ടു. ഇപ്പോഴും മാസ്റ്റർ എല്ലാവരും കാണുന്നുണ്ട്. നമ്മളിപ്പോ കാണുന്നുണ്ട്, നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മള് എല്ലാരും ഉൾപ്പെടെ കേട്ടോ, ഞാൻ ഉൾപ്പെടെ സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഉൾപ്പെടെ നമ്മളത് മനസ്സിലാക്കണം. ഈ ഭഗവത്ഗീതയിലെ സന്ദേശം മനസ്സിലായി കഴിഞ്ഞാൽ സഹജമാർഗത്തിന്റെ സന്ദേശം മനസ്സിലായി. ശരിക്കും സെയിം തന്നെയാണ്. അവസാനം എത്തുമ്പോഴേക്കും
സഹജമാർഗത്തിന്റെ ഏറ്റവും ഡെപ്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ഭഗവത്ഗീതയിൽ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ പുറമേയുള്ള ഇത് മാത്രമായിട്ട് അതിനെ എടുക്കരുത്. കുറച്ചും കൂടിയും നമ്മുടെ ലൈഫിനെ മാറ്റുന്ന ഇതായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യമായിട്ട് ഭഗവത്ഗീതേനെ ഉപയോഗിക്കുന്നത്. പുറമേയുള്ള ഒരു പോരാട്ടമല്ല, പുറമേയുള്ള ഒരു യുദ്ധമല്ല. അത് പണ്ടത്തെ ഋഷിമാരൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അവര് വലിയ വലിയ തത്വങ്ങൾ പറയാൻ കഥകളും അന്നത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ ഉപയോഗിച്ചിരുന്നു. പഞ്ചതന്ത്രം പോലെയുള്ള കഥകൾ ഉണ്ടായിരുന്നു. അത് മൃഗങ്ങളെ ഉപയോഗിച്ച്, അതുപോലെ അന്നത്തെ ഇതിഹാസ പുരുഷന്മാരെ ഉപയോഗിച്ചിട്ട് അവർ കഥകൾ ഉണ്ടാക്കി. ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെയായിരുന്നു, അതേ പേരുകളാണോ അതിനൊന്നും നമുക്കറിയില്ല, എവിഡൻസ് ഒന്നുമില്ല. പക്ഷെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ ആൾക്കാരെ ഓരോ ക്യാരക്ടർ പ്രതിപാദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഇത്. ദുര്യോധനൻ നമ്മളാണ്, എന്താ പറയുക, ധൃതരാഷ്ട്രൻ നമ്മളാണ്, നമ്മുടെ ഉള്ളിലുള്ള ധൃതരാഷ്ട്രൻ, നമ്മുടെ ഉള്ളിലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ആണ് ശാരജി മഹാരാജ് പറയും. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ പോരാട്ടത്തിൽ നിന്ന് വന്നിട്ട് അവസാനം ഭഗവാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന തരത്തില് ഉള്ളിൽ കൂടെ വരുന്ന പ്രാണാഹുതി ഉണ്ട് മാസ്റ്റർ, അത് മാത്രം കേട്ട് അതിലേക്ക് മാത്രം കണക്ട് ചെയ്ത് ജീവിക്കാൻ നമുക്ക് പഠിക്കണം. ഇതിൽ വരുന്ന വിശ്വരൂപ ദർശനമൊക്കെ ഉണ്ട്. ഭഗവാൻ പറയും ഇതെല്ലാം ഞാനാണ്, പക്ഷെ അതൊന്നും ആവണമെന്നില്ല. നീ എന്റെ ഉള്ളിൽ ഹൃദയത്തിലും ഞാനുണ്ട്, നീ അവിടെ നോക്കിയാൽ മതി എന്ന് പറയും. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ഇതിൽ ആഡ് ചെയ്യണല്ലോ. ഏതാ ടീച്ചർ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? സാർ എല്ലാം പറഞ്ഞു. അതന്നെയാണ് നമുക്ക് അറിയില്ല. എല്ലാ കാര്യവും വിശദമായിട്ട് പറഞ്ഞു. വളരെ നന്ദി. അധികം ഒന്നും പറയാൻ, ഇതിൽ കൂടുതൽ പറയുന്നത് അറിയില്ല. സാർ അത്രയും ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പറഞ്ഞു. അപ്പൊ ഇത്രയും നാൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇത് ഹാർട്ട്ഫുൾനെസ് ആയിട്ട് പിന്നെ നമ്മളിപ്പം ഇതിൽ പറയുന്നില്ല യോഗം, അതായത് യൂണിയൻ വിത്ത് ഗോഡ്. അപ്പൊ നമ്മുടെ ഈ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് മറ്റേ ഗീത ക്ലാസ് ഒക്കെ 1-2 ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് ശരിക്കും ചാരിജീന്റെ ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ചാരിജിയൊക്കെ ഒരുപാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ഗീത കോട്ട് ചെയ്ത് ദാജിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് ഇപ്പോഴാണത് നമ്മളിങ്ങനെ കുറച്ച് വായിക്കുമ്പോഴേ ശരിക്കും നമുക്കത് ആഴത്തിലേക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇത്രയാണ് വായിച്ചു കേട്ടു എന്നുള്ളത് അധികം ഇപ്പൊ ശരിക്കും നമുക്കത് നമ്മുടെ എക്സ്പീരിയൻസിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാർ ശരിക്കും വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു. നമ്മുടെ ഉള്ളിലുള്ള ആ കോൺഫ്ലിക്ട്സ് ഒക്കെ വളരെയധികം നന്ദി. അഭിലാഷ് ടീച്ചർ ഞാൻ പറയുന്നു വേണ്ട. ഇതിൽ ആഡ് ചെയ്യണ്ടോ? രുദ്രാണി സിസ്റ്റർ ഇതിൽ ആഡ് ചെയ്യണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിപ്പോ പറഞ്ഞില്ലേ, ഈ അവസാന ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഈശ്വര സർവഭൂതാനാം അത് വളരെയാണല്ലോ, നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണല്ലോ ഈശ്വരൻ. അപ്പോ ആ ഈശ്വരൻ പറയുന്ന പോലെ അനുസരിച്ചാൽ നമ്മുടെ ഗുണം ആയി. നമ്മുടെ മനസ്സിലും ജീവിതത്തില് ധർമാധർമ്മ യുദ്ധം നടക്കുന്നില്ലേ എല്ലായ്പ്പോഴും. അപ്പൊ ഹൃദയത്തെ ശ്രദ്ധിക്കുക എന്നല്ലേ മാസ്റ്റർ പറയുന്നത്. ഹൃദയത്തിന്റെ ശബ്ദം അത് നമ്മൾ ശ്രദ്ധിക്കാൻ കഴിവ് നേടണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ശരിയായ ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം എന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഗീത കഴിയുമ്പോൾ ഇരിക്കുന്നതെന്ന് ഓൾമോസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ചെയ്യേണ്ടത് ഏതാണ്, ചെയ്യേണ്ടാത്തത് ഏതാണ്, സ്പിരിച്വൽ പ്രോഗ്രസ് എന്താണ്, പ്രോഗ്രസ്സിൽ നമ്മൾ ചെയ്യേണ്ട ക്യാരക്ടർ എന്താണ്, എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്താ പറയാ സംശയമില്ലാതെ പറഞ്ഞു തരുന്നുണ്ട് ഗീതയിൽ. നമുക്ക് ഒരു സംശയമില്ല ക്യാരക്ടർ ഫോർമേഷനെ പറ്റി എന്താണെന്ന് സംശയമില്ല, എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അത് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഓരോരോ ഇതായിട്ട് വായിക്കുകയാണെങ്കിൽ ശരിക്കൊരു എന്താ പറയാ ഒരു ജേർണി തന്നെയാണ്. സ്പിരിച്വൽ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ യാത്ര കംപ്ലീറ്റ് ചെയ്യാനുള്ള പറയുന്നുണ്ട്. അവസാനം അത് ബാബുജി മഹാരാജൻ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. യദ്ഗത്വാന നിവർത്തന്തെ തദ്ധാമ പരമം മമ എന്ന് പറയുന്നുണ്ട്. അതായത് സെന്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് പറയുന്നത്. സെൻട്രലിലേക്ക് കൂടി പറ്റിയിട്ടും കൂടി പറഞ്ഞിട്ടാണ് ഭഗവാൻ
എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗാണി ഹൃദയമണ്ഡലം, മനോമണ്ഡലം, സെൻട്രൽ വിജയം എല്ലാം കഴിഞ്ഞിട്ട് സെൻട്രലിനെ പറ്റിയിട്ട് കൂടി പറഞ്ഞിട്ടാണ് ഭഗവത്ഗീത ശരിക്കും അവസാനിപ്പിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് എന്നെ സമർപ്പിക്കും. അത് വരദാചാര്യജി പറയുന്നുണ്ട്. ഊർധമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയും ഛന്ദാംസി യസ്യ പർണാനി യത്തം വേദസ വേദവിത്. അത് ഒരു ക്ലൂ ആണെന്നാണ് പറയുന്നത്. ഭഗവത്ഗീത വായിക്കേണ്ടത് അവസാനത്തു നിന്നാണ്. ലാസ്റ്റ് ശ്ലോകം സർവധർമാൻ പരിത്യജ്യ എന്നുള്ള ആ ശ്ലോകമാണ് ആദ്യം വായിക്കേണ്ടത് പറയും. ആദ്യം നിങ്ങൾ സറണ്ടർ ചെയ്യും. മാസ്റ്ററിലേക്ക് സറണ്ടർ, എന്നിട്ട് നിങ്ങൾ ഗീത വായിക്കും. അപ്പൊ നിങ്ങൾക്ക് ഗീത മനസ്സിലാവുന്ന പറഞ്ഞു. നമ്മള് തുടക്കത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമ്മൾ പ്രാഗ് കൺഫ്യൂഷനും നമ്മൾ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ സറണ്ടർ ചെയ്തിട്ട് വായിക്കും മനസ്സിലാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ പേഴ്സണാലിറ്റീസ് ആണ്, നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഓരോ ഉദാഹരണങ്ങളാണ്. അപ്പൊ ആദ്യം ശരിക്കും അവസാനത്താണ് തുടങ്ങേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് നമ്മള് സറണ്ടർ അവസാനത്തേക്ക് മാറ്റിക്കരുത്. ഇപ്പോ ചാരിജി മഹാരാജ് പറയും മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ആൻസർ ചെയ്ത് തരാം. എന്നാൽ പിന്നെ അവസാനം ബുദ്ധിമുട്ടില്ലല്ലോ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി സറണ്ടർ ചെയ്യാന്നുള്ളതാണ്. അത് ആദ്യം അങ്ങ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം തന്നെ സറണ്ടർ ചെയ്യും. എന്നിട്ട് പിന്നെ സറണ്ടർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ ഇനി പ്രപന്ന സ്റ്റേജിൽ എത്തുമ്പോഴേ സറണ്ടർ ചെയ്യൂ എന്ന് വിചാരിക്കേണ്ട കാര്യം. അപ്പോഴേക്കും നമ്മൾ അമ്പാവികളായി മാറും. ഈഗോണ്ട് കൂടിയിട്ട് പവർ റേസ് ചെയ്യും. ആദ്യം സറണ്ടറിങ് വളരെ എളുപ്പമാണ്. ഒന്നും അറിയില്ല എന്നെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കും ഒബീഡിയന്റ് ആയി കഴിഞ്ഞാൽ വേഗം. അപ്പോൾ നമ്മള് മാസ്റ്ററോടുള്ള കണക്ഷനോട് കൂടിയിട്ട് തന്നെ ഗീത വായിച്ച് കണ്ടിന്യൂ ചെയ്യാം. സറണ്ടർ ചെയ്തിട്ട് തന്നെ മാസ്റ്റർക്ക് എന്താ വേണ്ട വെച്ചാൽ ഉത്തരം നമുക്ക് തരും, തന്നോണ്ടേയില്ല. അപ്പോൾ പ്രോഗ്രസ് നമ്മളിലും വരും. തീർച്ചയായിട്ടും ഒരു എന്താണ് സ്പിരിച്വൽ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗീത നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ അത് അവസാനിക്കും ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ. എങ്കിലും നമുക്ക് നിർത്താല്ലേ? നാളെ ഉണ്ടോ സാർ? നാളെ ഇതുവരെ പറഞ്ഞ ശ്ലോകങ്ങൾ എന്റെ ഒരു ഒപ്പീനിയൻ ആട്ടോ. ഇതുവരെ പറഞ്ഞ ശ്ലോകങ്ങൾ ഒന്നുകൂടി രുദ്രാണി സിസ്റ്റർ വായിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി അപ്പോ ഒരു കറക്ഷൻ ഒരു പ്രാവശ്യം നമുക്ക് അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ്. അടുത്ത പ്രാവശ്യം വഴി എനിക്ക് തോന്നുന്നത് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും വളരെ സ്മൂത്ത് ആവും തോന്നുന്നു. എല്ലാവരും പഠിക്കും, വായിക്കാനൊക്കെ എളുപ്പമാവും. ആദ്യത്തെ കുറച്ച് ദിവസം ഒന്നും നമ്മളൊന്ന് മെനക്കെട്ടാൽ മതി ഇത് പറയാനൊക്കെ. പിന്നെ അത് വേഗം വേഗം നടക്കും. നമുക്ക് ആ ദിവസത്തിൽ 2 ശ്ലോകം 3 ശ്ലോകം ഒക്കെ വെച്ചിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ടൈം വായിക്കാം. 2 ശ്ലോകം ഇത് ഇടാം മറ്റന്നാൾ മുതൽ. ആയിക്കോട്ടെ. അതെ അല്ലേ? ഡെയിലി ഈ 2 ശ്ലോകങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. അങ്ങനെ ചെയ്യാം. മനസ്സിലായി. അങ്ങനെ ചെയ്യാം. ശരി എന്നാ. ശരി സാർ. താങ്ക് യു. നമസ്കാരം. നമസ്തേ. നമസ്തേ സാർ. നമസ്തേ സാർ. നമസ്തേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രശ്മി. താങ്ക് യു. രശ്മിയാണ് കേട്ടോ. രശ്മിയാണത് കൈ എടുത്ത് റെക്കോർഡ് താങ്ക് യു സിസ്റ്റർ. താങ്ക് യു. ശരി. താങ്ക് യു സർ. താങ്ക് യു രുദ്രാണി സിസ്റ്റർ. റെക്കോർഡ് ചെയ്തത് ഇടാം. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്യാം. ശരി.